ഡോക്ടർ ഒന്ന് കാണണമായിരുന്നു. വിളിക്കാം. അന്ന് കാറില് ഞങ്ങളായിരുന്നു. ഇരിക്കുന്നില്ലേ? എന്റെ മകനാണ്. അടുത്ത വീട്ടിൽ ഞങ്ങൾ താമസമാക്കി. ഓ ഐ സി. വി ആർ നൈബേഴ്സ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്നു, അമ്മു മെഡിക്കൽസ്. ആ വാട്ടർ ടാങ്കിന് ഓപ്പോസിറ്റ്. അമ്മു പേരായിരിക്കും അല്ലേ? അതെ, അദ്ദേഹം വിളിക്കുന്നത് അമ്മുക്കുട്ടിന്നാ. എന്താണ് വിശേഷം? ഡോക്ടർ, എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. പറയൂ. അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചിട്ട് 20 വർഷം കഴിഞ്ഞു. ഈ നിമിഷം വരെ ഞാൻ മാനസികമായി വേദനിക്കുകയാണ് ഡോക്ടർ. കാരണം? അദ്ദേഹത്തിന് എന്നെ എപ്പോഴും സംശയമാണ്. എടി പെണ്ണെ, നിന്നോട് പറഞ്ഞിട്ടില്ല മുൻവശം നിൽക്കണമെന്ന്. അടുക്കള പോ. കൂട്ടുകാരെ വീട്ടിൽ അടുപ്പിക്കില്ല, ചെറുപ്പക്കാരായ ഡ്രൈവർമാരെ വീട്ടിൽ വയ്ക്കില്ല, എഴുത്തു കൊണ്ടുവരുന്ന പോസ്റ്റ്മാനെ വരെ കൂട്ടി എന്നെ സംശയമായി. അയാളെ പേടിച്ച് ആ വീടും വിറ്റാണ് ഇങ്ങോട്ട് പോന്നത്. ഇവിടെ വന്നിട്ട് ഇതൊക്കെ തന്നെ. But he loves you. പേരിലുള്ള അമ്മു മെഡിക്കൽസ്, ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓമന പേര് അമ്മുക്കുട്ടി. അമിതമായ സ്നേഹത്തിന്റെ സാച്ചുറേഷനിൽ ഉണ്ടാവുന്ന ഒരുതരം പൊസഷനാണ്. ഇതിനു മുമ്പ് നിങ്ങൾ വേറെ ആരെങ്കിലും കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ? വീട്ടുകാർ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് വഴങ്ങിയിട്ടില്ല. വാട്ട് ഈസ് ഹിസ് ഏജ്? 55 വയസ്സായി. അതെന്ത് പറ്റി? നിങ്ങൾ തമ്മില്? അച്ഛന്റെ റിട്ടയർമെന്റ്, രോഗം, വീട്ടിലെ പരിതസ്ഥിതി എല്ലാം കൂടി ഓർത്തപ്പോ ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ആരെങ്കിലും പിന്നീട് ഈ വിവാഹത്തെ പറ്റി വിമർശിക്കാറുണ്ടായിരുന്നു? സുഹൃത്തുക്കളുടെ വീടുകളിൽ വിരുന്നിന് പോകുമ്പോ പ്രായവ്യത്യാസത്തെ ചൊല്ലി അവരൊക്കെ അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു. പിന്നീട് വീട്ടിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഒരു മാതിരിയാകുമായിരുന്നു. പ്രായമാകും തോറും ആ ഭയം അദ്ദേഹത്തോടൊപ്പം വളർന്നുകൊണ്ടിരുന്നു. യൗവനം നഷ്ടപ്പെടാത്ത ഭാര്യ, പ്രായമായ താൻ. ഈ അപകർഷതാബോധം തന്റെ ഭാര്യ തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായി തീർന്നു. ഇത്തരം രോഗികൾക്ക് മരുന്നുകൊണ്ടല്ല ചികിത്സ, മനസ്സുകൊണ്ടാണ്. സ്വന്തമാണ് എന്നുള്ള ദൃഢവിശ്വാസം അദ്ദേഹത്തിന്റെ ബോധമനസ്സിൽ വളർത്തിയെടുക്കുക. പ്രിയ വിശ്വാസികളെ, ഇന്ന് നാം കാണുന്നത് സഹോദരൻ സഹോദരനെതിരായും, മക്കൾ മാതാപിതാക്കൾക്കെതിരായും, ഭാര്യ ഭർത്താവിനെതിരായും, ജനം ജനത്തിനെതിരായും, രാജ്യം രാജ്യത്തിനെതിരായും വാളോങ്ങുന്ന പ്രവണതയാണ്. ഇതിനെല്ലാം കാരണഭൂതമായ കാര്യമെന്താണ്? മനുഷ്യ ശരീരത്തിലെ കേവലം ഒരു തുണ്ട് മാംസം മാത്രമാണ്. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, അതെന്താണെന്ന് ഞാൻ കാണിക്കട്ടെ. ഈ നാവാണ് ഇതിനെല്ലാം കാരണം. വിശ്വാസികളെ, നമ്മൾ സംസാരിക്കുമ്പോൾ ചിന്തിച്ച് സംസാരിക്കണം. അച്ഛൻ അവിടെ പ്രസംഗിക്കുന്നു, ഇവിടെ ഓരോരുത്തരും ചിരിക്കുന്നു. എന്നാ കണ്ടിട്ടാ? എന്നെ അമ്മേ, ചാച്ചനൊന്ന് ചിരിച്ചോണ്ടിപ്പോ എന്നാ? നിനക്കെന്നാ അറിയാം? അവിടെ പോയി കേട്ടടിക്ക്. ഓ, ചാച്ചന്റെ കണി. മഹാകവി വള്ളത്തോളിന്റെ പ്രസിദ്ധ കവിതയ്ക്ക് സഞ്ജയൻ എഴുതിയ പാരഡി. ബോറടി. ചട്ടറ്റതുന്യാസങ്ങൾ ചെയ്യുമീ ഭൂകീന്ദ്രന്, പട്ടണ നടുത്തട്ടും ഭാര്യ വീടായേ തോന്നു. നമസ്തേ വഴിച്ചണ്ടേ, നമസ്തേ വൈക്കോൽക്കുണ്ടേ, നമസ്തേ കുണ്ടാമണ്ടിക്കുണ്ടിലെ പ്രസിഡന്റ്.
ഒരു മിനിറ്റ് സാർ. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എന്താ നമുക്കെല്ലാം വർഷങ്ങളായി പരിചയമുള്ള CP ആന്റണി ഇപ്രാവശ്യവും ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കണം. പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇവൻ നേർച്ചക്കോഴിയാണ്. ഈ കോളേജ് സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള KSUവിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്രാവശ്യവും ഞാൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് ആവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി. യൂണിവേഴ്സിറ്റി സിംഗർ സഞ്ജുവിനെ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടണം. പാടണം പാടണം പാടണം. വോട്ട് എനിക്ക് തരില്ലേ? വേണ്ടടാ. ശരീരം എന്ന് കുറയ്ക്കാൻ 4 പ്രാവശ്യം പ്രകൃതി ചികിത്സ ചെയ്തതാ. വാഴപ്പിണ്ടി. എന്നാ ഒരു കാര്യം ചെയ്യ്. ഇത്താക്കത്തിനെ വണ്ണം കൂട്ടാൻ നോക്ക്. ആഹാ. ഇതാര്? നിങ്ങളേമേ ക്ലാരേ? ഇത്താക്കട്ടാ, നിനക്ക് പ്രാന്താശുപത്രി പോകാനില്ലയോ? ആ ആയി വരുന്നു. ക്ലാരേ, പിടികെട്ടാത്തോന്ന് അങ്ങയുടെ പഞ്ചാര പാതി മുട്ടായി വന്നു. എന്ത് ആത്മാർത്ഥതയാ വെടിയിലുള്ള? രാവിലെ നടക്കാനെന്നും പറഞ്ഞ് വെള്ളക്കളത്തോട്ട് ഇറങ്ങും. വല്ലവന്റെയും വാതിക്കെ ചെന്ന് വാങ്ങി നോക്കി നിൽക്കാം. അമ്മക്കുട്ടി, എന്തോ? നിനക്കെന്താ അവിടെ കാര്യം? ഞാൻ ചെടി നനയ്ക്കുകയായിരുന്നില്ലേ? ഓഹോ, മനസ്സിലായി. എന്തു മനസ്സിലായിന്നാ? പ്രദർശനം. കാലത്തെ ഉടുത്തുറങ്ങി ബാൽക്കണിയെ കയറി കണ്ടവനെ കാണിക്കുന്ന നിന്റെ ഈ കളിയുണ്ടല്ലോ, അമ്മക്കുട്ടി നിർത്തിക്കോ. എന്താണ് ഇതൊക്കെ? നാട്ടുകാർ കേട്ട് നാണക്കേടാണല്ലോ. നാട്ടുകാർ കേൾക്കുന്നതല്ലേ ഉള്ളൂ. നിന്റെ അമ്മയുടെ കയ്യിലിരിപ്പ് കാണുന്നേ കുഴപ്പമൊന്നുമില്ലല്ലേ? അമ്പാടാ. എന്ത് കാണിച്ചെന്നാ? ആ, അത് കാണണെങ്കിലേ കാലത്ത് എഴുന്നേറ്റ് നോക്ക്. ചെടി നാന എന്തിനാ? ഒറ്റയ്ക്കിങ്ങനെ വരാൻ പേടിയില്ലേ? ഒന്നും തോന്നരുത്. എന്തിനിങ്ങനെ സ്വയം നശിക്കുന്നു? ജീവിക്കുകയല്ലേ. അവനൊരു 4 പുകയടിച്ചാൽ എന്തോ ഒരു അനുഭൂതി. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്നൊരു തോന്നൽ. രാജ്യങ്ങൾ കോടികൾ ചിലവാക്കി മുകളിലേക്ക് പറക്കുമ്പോൾ ഞാൻ വെറും ഒരു വെള്ളി രൂപയിൽ കാര്യം സാധിക്കുന്നു. മനസ്സിന്റെ ഒരു സുഖത്തിന് വേണ്ടി. ഇന്നലെ കണ്ടില്ലേ
അതാണ് എന്റെ വീട്. തനിയെ കഴിയുന്ന എനിക്ക് മിണ്ടാനൊരു കൂടപ്പിറപ്പ് പോലുമില്ല. വൃത്തികെട്ട അപരാധങ്ങൾ കേട്ട് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന അമ്മയുടെ മുഖമാണ് എന്റെ മനസ്സിൽ. അച്ഛനെപ്പോഴും ഞാൻ മറ്റാർക്കും ഉണ്ടായ പോലെയാണ്. ഇതെല്ലാം മറക്കാൻ ഒരു 4 പുക, പിന്നെ പറന്ന് പറന്ന് ആരെപ്പറ്റിയും ചിന്തിക്കേണ്ടാത്ത ഒരു ലോകത്തേക്ക്. ആരെപ്പറ്റിയും? എന്നെ പറ്റി ചിന്തിക്കാൻ ഇഷ്ടമില്ലേ? ബാലാ സാർ, പ്ലാസിഡോക്സ് 5 ഉണ്ടോ? എന്താ സാറേ? എടോ പ്ലാസിഡോക്സ് 5. നമുക്കിവിടെ സ്റ്റോക്ക് ഇല്ല. ആരാ ഡോക്ടർ? ഡോക്ടർ ഐസക് പീറ്റർ. നമ്മുടെ ഡോക്ടർ ഐസക്കോ? താൻ അറിയോ? സാറേ, സാറിന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന നമ്മുടെ ഡോക്ടർ ഐസക്കേ. അങ്ങയുടെ 5-6 പ്രിസ്ക്രിപ്ഷനായി. ഡോക്ടറുടെ എല്ലാം ഗീതാ മെഡിക്കൽസിലായിരുന്നല്ലോ. ഇതെന്താ പതിവില്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ട്? സാറ് പോയി കണ്ടായിരുന്നു? ഓഹോ, എനിക്ക് ബിസിനസ് ഉണ്ടാക്കി തരിക. ഇത്തരം കച്ചവടം എനിക്കിഷ്ടമല്ല. കോങ്ങാട്ടുകാർ അതോട്ട് ചെയ്ത് ശീലിച്ചിട്ടുമില്ല. പെണ്ണുങ്ങളെ മെടുക്കൊണ്ട് വലുതാകുന്ന ആണുങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. നീ അങ്ങനെ പിടിക്കേണ്ട. എനിക്ക് അങ്ങോട്ട് വലുതായാലും വേണ്ട. വലുതായതൊക്കെ മതി. അമ്മു മെഡിക്കൽസ്, അമ്മു കാപ്സുലേഷൻസ്, അമ്മു പൗൾട്രി ഫാം എല്ലാം എന്റെ അധ്വാനമാണ്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? പറഞ്ഞൊക്കെ തന്നെ. വന്ന് ദിവസം 4 ആയില്ല. അടേ കുറിപ്പ് 400. ഡോക്ടർ ഐസക് പീറ്റർ. ഇവൻ എന്ത് വിചാരിച്ചു? 4 കുറിപ്പ് എഴുതിയാൽ ഞാൻ അവന്റെ പോക്കറ്റിലാവുന്നു. എന്ത് ഭ്രാന്തം വർത്താനാണ് ഈ പറയുന്നത്? ഭ്രാന്തം വർത്താനോ? അപ്പൊ ഈ കാണുന്നൊക്കെ ഞാൻ കണ്ടില്ലെന്ന് ഭാവിക്കണോ? അതോ കണ്ടിട്ട് കൂട്ടിരിക്കണോ? കിട്ടില്ല അമ്മു, കിട്ടില്ല അമ്മു കുട്ടി. എന്നെ കിട്ടില്ല, എന്നെ കിട്ടത്തില്ല അമ്മു കുട്ടി. അതിന് വെച്ച വെള്ളവേ അങ്ങ് വാങ്ങിയേര്. വാസുള്ള അതിന് കിട്ടത്തില്ല. പറഞ്ഞു കൊടുത്തേടാ മോനെ എന്റെ അമ്മയോട്. ഡോക്ടർ ഇല്ലേ? ഇല്ല. ആന്റി, അമ്മ ചിലപ്പോ അങ്ങനെയാ. ഒന്നും തോന്നരുത്. സാരമില്ല കുട്ടി. ഡോക്ടർ എനിക്കൊന്ന് അതിനെന്താ, വരൂ. വരൂ. എങ്ങനെയുണ്ട് പുള്ളിക്കാരൻ? ഞാനത് പറയാനാണ് വന്നത് ഡോക്ടർ. എന്തൊക്കെയോ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്തു പറഞ്ഞു? കടയിൽ ഡോക്ടർ കുറിപ്പ് കൊടുത്തെന്നോ, ഭാര്യയുടെ മിടുക്കുകൊണ്ട് അത്തരം ബിസിനസ് വേണ്ടെന്നോ എന്തോ. എനിക്കൊന്നും മനസ്സിലായില്ല. കുറിപ്പെഴുതിയിരിക്കും. എവിടെ നിന്ന് വാങ്ങണമെന്ന് ഞാൻ എഴുതാറില്ല. ആകപ്പാടെ ഭയമാകുന്നു ഡോക്ടർ. ചേട്ടൻ എന്തോ അസുഖമാണ്. ഞാൻ മടുത്തു. എനിക്കിനി ആശ്രയം ഡോക്ടർ മാത്രമേ ഉള്ളൂ. എന്നെ കൈവിടരുത് ഡോക്ടർ. ഭയപ്പെടാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. ഓരോ അയൽവക്കംകാര് മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ. കെട്ടിയവൻ കച്ചവടത്തിന് അങ്ങാടിയിലോട്ട്, കെട്ടിയവൻ അയൽവക്കത്തോട്ട്. നാണം ഉണ്ടോ നോക്കിക്കോണേ. നാണം കെട്ടവര് ബന്ധം പിടിക്കാൻ നടക്കുന്നു. നോക്കിക്കോണേ. കാലത്തെ ബാൽക്കണിയിൽ ഉച്ചയ്ക്ക് കിളിവാദിക്കല്, കണ്ണും നേറ്റ ആരെങ്കിൽ പെരക്കകത്ത്. അവിടെ ഒരു പ്രേമനാടകം. പെണ്ണുങ്ങള് വീട്ടിലിരിക്കണമെങ്കിലേ ആണുങ്ങൾക്ക് നട്ടല് വേണം.
ക്ലാരെ, എന്തൊക്കെ വൃത്തികേടാണ് നീ പറയുന്നത്? ഞാൻ വൃത്തികേട് പറഞ്ഞു. 20 വർഷം നിങ്ങൾ വൃത്തികേട് കാണിക്കായിരുന്നില്ലേ? ക്ലാരെ, ഇപ്പൊ തൃപ്തിയാവല്ലോ. ഞാൻ മാറി തന്നേക്കാം. അമ്മുകുട്ടി, കടയിൽ വരുന്ന കുറിപ്പുകളുടെ കുട്ടൻസ് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ എന്നെ പറ്റിച്ച് അപ്പുറത്തെ വീട്ടിൽ സംബന്ധം ഉണ്ടാക്കായിരുന്നല്ലേ? എന്നിട്ട് പതിവ്രത കളിക്ക്. എനിക്കറിയാവിടെ എന്താ ചെയ്യേണ്ടതെന്ന്. ആശ്വേറ്റ ചാക്കയാണോ തുന്നിച്ചു നോക്കാൻ? കണ്ടു, കെട്ടി. അവിടെ തുണി മതി. പെണ്ണെന്ന് പറഞ്ഞ വർഗത്തിന് സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ല. നിന്നെ ഞാൻ പഠിപ്പിക്കാടി, ഞാൻ പഠിപ്പിക്കാൻ നിന്നെ. അല്ലേ, പകൽ അന്തിയോളം പോയി പാടുപെട്ട് വേണ്ടതെല്ലാം ഉണ്ടായി കൊടുക്കുമ്പോ അവൾ അടുത്ത വീട്ടിൽ സംബന്ധം ആലോചിക്കാൻ പോയിരിക്കുന്നു. അമ്മു ഐസക് എവിടെ പോന്നു? എനിക്ക് ഇഷ്ടപ്പെടുന്നു പോന്നീ. ഹലോ, മനോരമയല്ലേ? ഇത് അമ്മു മെഡിക്കൽ ഷോപ്പിൽ നിന്നാ. ഇപ്പൊ വീട് കൊടുക്കാനുണ്ട്, പരസ്യം ചെയ്യണമല്ലോ. കോളം ബുക്ക് ചെയ്തിട്ട് ഞാൻ ഓഫീസിൽ വരാം. ശരി. ഇത് ഞാൻ വിൽക്കും. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്താ പറഞ്ഞേ? ഞാൻ ജീവിച്ചിരിക്കില്ല. അതാടി നല്ലത്. എവിടെങ്കിലും പോയി ചാകടി. പട മേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തവും കൊളുത്തിപ്പടാ. എന്താ അച്ഛാ ഇത്? നിന്റെ അമ്മയുടെ കയ്യിലിരിപ്പിന് കാവലിരിക്കാതെ എന്നെ കിട്ടത്തില്ലെന്ന്.